കുഞ്ഞപ്പു കഥ തുടർന്നു. മരുഭൂമിയിലൂടെ നേരെ വടക്കോട്ട് 2-3 മൈൽ നടന്നു കാണും. അപ്പോൾ ഒരു കറുത്ത വട്ടം കുഞ്ഞപ്പുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കി. കരിമ്പാറക്കെട്ടുകളല്ല, ശത്രുക്കളുടെ ക്യാമ്പായിരിക്കണം. കുഞ്ഞപ്പു കുറച്ചുകൂടി നീങ്ങി. 100 വാര അടുത്തെത്തി. ശത്രുക്കളുടെ കൂടാരം തന്നെ. കുഞ്ഞപ്പു നിലത്ത് പൂഴിമണ്ണിൽ കമിഴ്ന്നു കിടന്നു. മുന്നോട്ട് ഞാഞ്ഞൂലിനെ പോലെ ഇഴഞ്ഞ് ക്യാമ്പിൻ്റെ 50 വാര അടുത്തെത്തി. അവിടെ ഒരു വലിയ പാറക്കെട്ടുണ്ടായിരുന്നു. ആ പാറക്കെട്ടിന് പിറകിൽ മറഞ്ഞു നിന്ന് കുഞ്ഞപ്പു മുമ്പിലെ രംഗം നല്ലപോലെ നിരീക്ഷിച്ചു. തമ്പ് നിശബ്ദം. പട്ടാളക്കാർ അകത്ത് കിടന്നുറങ്ങുകയായിരിക്കും. തമ്പിൻ്റെ വാതിക്കൽ ഒരുത്തൻ തോക്കും ചുമലിൽ വെച്ച് പാറാവ് നിൽക്കുന്നു. അവൻ്റെ തലയിൽ ഒരു തുർക്കിത്തൊപ്പിയും. തുർക്കി പട്ടാള ക്യാമ്പ്. ദൗത്യം വിജയിച്ചു. എന്നാൽ തുർക്കികളെ അവിടെ അങ്ങനെ വിട്ടേച്ചു പോകുന്നത് ശരിയല്ല എന്ന് കുഞ്ഞപ്പുവിന് തോന്നി. കുഞ്ഞപ്പു മനസ്സിൽ പ്ലാനിട്ടു. പാറാവുകാരൻ തുർക്കിപ്പന്നിയെ ആദ്യം ശരിപ്പെടുത്തണം. പിന്നെ കുഞ്ഞപ്പു കുനിഞ്ഞു നിന്ന് മണ്ണിൽ പരുതി. തിരിഞ്ഞ സാധനം കിട്ടി. ഒരു ചെറിയ പാറക്കല്ല്. ആ ഉരുളൻ കല്ലിൻ്റെ ഒരു വശം കത്തിയുടെ വായ്ത്തല പോലെ മൂർച്ചയുണ്ടായിരുന്നു. കുഞ്ഞപ്പു പാറക്കെട്ടിൻ്റെ മറവിൽ ആഞ്ഞു നിന്ന് ഉന്നം പിടിച്ചു. തുർക്കിപ്പന്നിയുടെ തൊപ്പിക്ക് താഴെ ചെവിക്കും ചുമലിനും നടുക്ക് കഴുത്തിലെ മർമ്മസ്ഥാനം കർണനാടി. അതാണ് ഉന്നം. നായിൻ്റെ മോനെ, ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പല്ല് ഞെരിച്ചു പറഞ്ഞുകൊണ്ട് ഭൂം എന്നൊരു ഏറ് മർമ്മത്തിൽ തന്നെ കൊണ്ടു. കീ എന്നൊരു നേരിയ കരച്ചിൽ പോലും പുറപ്പെടുവിക്കാതെ തുർക്കിപ്പന്നി അവൻ്റെ തോക്കും കുന്തവും തൊപ്പിയും പതാ എന്ന് താഴെ പതിച്ചു. കുഞ്ഞപ്പു അവൻ്റെ നേർക്ക് മിന്നൽ പോലെ ഒരു ചാട്ടം ചാടി. ഉടൻ തുർക്കിയുടെ തോക്കിൽ